بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മൈമൻ അക്കാഡമി നടപ്പാട്ടരങ്ങത്തെ റമളാൻ ഖുർആൻ്റെ സ്പെഷ്യൽ ക്ലാസ്സിലെ 26ാമത്തെ നാളിലേറ്റിക്കിരുന്നങ്ങ ഒരുമിച്ച് കൂടിയത്. സൂറത്തുൽ കഹ്ഫ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളങ്ങനത്തെ ഈ അവസാന കാലഘട്ടമായി പ്രത്യേകമായിട്ട് ബന്ധമുള്ളങ്ങനത്തെ സൂറത്ത് എന്ന നിലക്കേറ്റിക്കിരുന്ന ഞങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വന്നേ. ആ കൂട്ടത്തിൽ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല ചൊല്ലങ്ങനത്തെ വിഷയങ്ങ അതിൽ പ്രതിപാദനാക്കിയിട്ടുള്ള സ്റ്റോറിങ്ങ ഇതെല്ലാം അല്ലാഹു തആല വിശേഷമായിട്ട് ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും വലിയ ഫിത്നയായിട്ടുള്ള അങ്ങനത്തെ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളങ്ങനത്തെ ചില രക്ഷണ മാർഗങ്ങ എന്ന രൂപത്തിലേറ്റിക്കർ അല്ലാഹു തആല വിശദീകരിച്ച് തന്നോണ്ടുള്ളേ എന്നതാണ് ഞങ്ങൾ ചൊന്നോണ്ടുള്ളേ. അപ്പോൾ ദജ്ജാലിൻ്റെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ ചൊന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിച്ച. അപ്പോൾ ദജ്ജാൽ സ്റ്റാർട്ടിങ്ങിൽ ഇന്നഹു യബ്ദഉ ഫയഖൂൽ അവൻ്റെ പ്രവർത്തനം അവನು സ്റ്റാർട്ടർ ആക്കട ടൈമിലു അവನು വാദാക്കട അന നബിയുൻ ഞാൻ നബിയായിട്ടിക്കരാണ്ട്. ഞങ്ങൾ ഇന്നലെ വിശദീകരിച്ച അൽ മസീഹു ദജ്ജാൽ എന്നിട്ടാണ് ദജ്ജാലിൻ്റെ ಬಗ್ಗೆ ചൊല്ലേ. അതേപോലെ ദജ്ജാലിൻ്റെ കാലത്തിലെ പണ്ടങ്ങനത്തെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമുടെയും ചൊല്ലേ അൽ മസീഹു ഈസ. അൽ മസീഹ് ചൊന്നെങ്കിൽ എന്താ അർത്ഥ എന്നതിനെ ಬಗ್ಗೆ പല ചർച്ചകൾ നടന്നിട്ട് ഏതായാലും ಅದರ ഒരു ಅರ್ಥ ಇಟ್ಟಿಕ್ಕರೆಂದರೆ ದ ಸೇವಿಯರ್ ರಕ್ಷಣಾಕಡೆ ಆಳುಂಟು എന്നർത്ഥ. അപ്പോൾ ദജ്ജാൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമുകുള്ളങ്ങനത്തെ രക്ഷപ്പെടുത്തുന്ന ഒരാൾ ലോകം കാത്തു നിൽക്കടങ്ങനത്തെ രക്ഷകനായിട്ട് അവസാന കാലഘട്ടത്തിലുണ്ടാവുടങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന ആളായിട്ട് എല്ലാവരും കാത്തു നിൽക്കടങ്ങനത്തെ ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബി അലൈഹിസ്സലാമുക ആ നിലക്കുള്ളങ്ങനത്തെ ഒരു പോസ്റ്റാണ് അൽ മസീഹ് രക്ഷക എന്ന പോസ്റ്റ്. ആ പോസ്റ്റിൽ അത് നാനായിട്ടിക്കര എന്ന രൂപത്തിൽ ആൽമാരെ മോസാക്കട രൂപത്തിലാണ് ആറ് ബണ്ട് ദജ്ജാൽ ബണ്ട്. ദജ്ജാലിൻ്റെ വാദം അതായിട്ടിക്കര ഞാൻ നബിയായിട്ടിക്കര നീ എല്ലാവരും കാത്തോണ്ടുള്ളങ്ങനത്തെ ജീസസ് നാനായിട്ടിക്കരായിട്ടാണ് അവൻ്റെ വാദം ഇക്കര. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു വലാ നബിയ ബഅദി ദജ്ജാൽ ഞാൻ നബിയായിട്ടിക്കരണ്ട് വാദാക്കുമ്പോൾ ശ്രദ്ധിക്കൊരു നിങ്ങളെ മനസ്സിലിക്കട്ടെ നിങ്ങളെ ബോധത്തിലിക്കട്ടെ നണ്ടിൽ പിന്നെ ഒരു നബി ഇല്ല. ഈസാ നബി അലൈഹിസ്സലാം ബണ്ടതും പിന്നെ ഈസാ നബി അലൈഹിസ്സലാമുടെ നബി എന്ന പോസ്റ്റ് നിലക്കല്ല. ഈസാ നബി അലൈഹിസ്സലാം നബി ആയിട്ടിക്കറ് ആ നുബൂവത്തരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ നബിത്തങ്ങ ബണ്ട മുന്നൽ അങ്ങനെ നബി ബണ്ട മുന്നലെ ഈസാ നബിക്ക് അത് തീർന്നു പോയിട്ട് കഴിഞ്ഞു പോയിട്ട് ഇനി ബണ്ടത് ഈ ഉമ്മത്തിൽപ്പെട്ടങ്ങനത്തെ ഒരു ആലായിട്ടാണ് വലിയായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീഅത്തിനെ നടപ്പിലാക്കുന്ന രൂപത്തിലും അതിനെ ഫോളോ ആക്കിയിട്ട് അത് ആൽമാർക്ക് പഠിപ്പാട്ടുന്നതും നടപ്പിലാക്കുന്ന രൂപത്തിലാണ് ഈസാ നബി അലൈഹിസ്സലാം ബണ്ട്. അപ്പോൾ ദജ്ജാലിൻ്റെ ആ വാദത്തിൽ നിങ്ങൾ വഞ്ചിതരാവണ്ട, അതിനെ മോസത്തിൽ പെടണ്ട എന്ന് നബി തങ്ങളുടെ വാർണിംഗ് ആക്കിയിട്ടുണ്ട്. സുമ്മ യുസന്നി ഫയഖൂൽ പിന്നെ അവൻ അങ്ങനെ വാദാക്കിയിട്ട് അവൻ്റെ പ്രവർത്തനം ഇങ്ങനെ മുന്നോട്ട് പോയിട്ടിക്കട് ദജ്ജാലിൻ്റെ പിന്നെ അവൻ വാദാക്കട അന റബ്ബുക്കും ഞാൻ നിങ്ങളെ റബ്ബായിട്ടിക്കര. ആ രൂപത്തിലുള്ള അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ അവനിൽ നിന്നുണ്ടാവും. എല്ലാ സുഖ സൗകര്യങ്ങൾ മനുഷ്യന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കട. മല വേണായെങ്കു മല, കൃഷിങ്ങ വേണായെങ്കു കൃഷി ഉണ്ടാക്കി കൊടുക്കട. ഇനി ഹദീസിൽ പണ്ട് ദജ്ജാൽ പണ്ടങ്ങനത്തെ ഒരു മുന്നത്തെ ഒരു 3 വർഷത്തിൽ മനുഷ്യന്മാർക്കെല്ലാം ഭയങ്കരമായ ക്ഷാമയിക്കിട്ടാണ്. ഫുഡും തിന്നുകും എല്ലാ നിലക്കുള്ള ക്ഷാമം ഉണ്ടാവും. കാരണം ആ ടൈമിലായിട്ടിക്കറ്
വലിയ വിശ്വമഹായുദ്ധങ്ങളെല്ലാം നടക്കടെ. അൽ മൽഹമത്തുൽ കുബ്ര, അൽ മലാഹിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നങ്ങനത്തെ വലിയ വലിയ യുദ്ധങ്ങൾ നടക്കട കാലമാണ്. അതിലെ സ്റ്റാർട്ടിങ് ലെവലിലുള്ള അല്ലെങ്കിൽ അതിലെ ഒരു ചെറിയ ചെറിയ രൂപത്തിലുള്ള യുദ്ധങ്ങളായിട്ടിക്കറിണ്ട് ഞങ്ങൾ കണ്ടുകൊണ്ടില്ലേ. അപ്പോൾ ആ യുദ്ധങ്ങളെല്ലാം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർക്ക് തിന്നോക്കു കുടിക്കോകു എല്ലാം കൊറടിയാവും അല്ലെ. ഉണ്ട് നോക്കൊരു ഇറാൻ്റെ വിരുദ്ധമായിട്ട് അമേരിക്ക ഇസ്രയേൽ ഒരു യുദ്ധമാക്കിയപ്പോൾ ഇറാൻ്റെ ഒരു ഹാർമസ് ജലസന്ധി, ഹാർമസ് സ്ട്രൈറ്റ് ചൊല്ലങ്ങനത്തെ കപ്പലുങ്ങ ಬಂಡಂಗಂತೆ ഒരു ಭಾಗ ഇറാൻ ಬಂದಾಕಡೆ ചൊല്ലുമ്പോമേ ഇಡೀ ലോകം ഇಡೀ ನೆಟ್ಟಿപ്പോಯ್ತು. കാരണം ലോകത്തുക്ക് വേണായ ആഹാര തയ്യാറാക്കുകയും മനുഷ്യന്മാർ ജീവിക്കുക ആവശ്യമുള്ളങ്ങനത്തെ വ്യവസ്ഥ ആക്കുകയുള്ളങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ ഭാഗത്തിലൂടെയാണ് കടന്നു പണ്ട്. അപ്പോൾ അത് ബന്ധാക്കടൻ ചൊല്ലുമ്പോൾ അത് ബന്ധാക്കും ഭർത്താവുമ്പോമേ എന്തെല്ലാം ഇവിടെ സംഭവിച്ചിട്ട് ബലെല്ലാം ഏറിത്ത് മനുഷ്യന്മാർക്ക് കഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധങ്ങൾ ഇങ്ങനെ മുൻവരിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, മനുഷ്യന്മാർക്ക് ക്ഷാമം ഉണ്ടാവും. അങ്ങനെ 3 വർഷത്തിൽ ഭയങ്കരമായ ക്ഷാമം ഉണ്ടാവുണ്ടാണ്. അപ്പോൾ സുഖത്തിലായിട്ട് ജീവിച്ചിട്ട് മാത്രം ഗൊന്തുള്ളങ്ങനത്തെ ദുനിയാവുടെ സുഖങ്ങൾ കിട്ടിയിട്ട് മാത്രം ഗൊന്തുള്ളങ്ങനത്തെ അത് ഒരിക്കലും വിട്ടിട്ടു പരിചയമില്ലാത്തങ്ങനത്തെ മനുഷ്യന്മാർക്ക് ഇനി ആരാണ് നമുക്ക് ഈ സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കി തണ്ടേ എന്ന രൂപത്തിലുള്ള ഒരു വലിയ ഒരു ആഗ്രഹ മനുഷ്യന്മാർ ഉൽഗത്തിൽ കടന്നുകൂടും. ആ ഒരു മനുഷ്യന്മാരുടെ ആഗ്രഹവും ആ കഷ്ടപ്പാടിനെ മുതലെടുത്തിട്ടാണ് ദജ്ജാൽ പണ്ടേ. ദജ്ജാൽ എല്ലാവർക്കും സുഖ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, ദുനിയാവിടെ നല്ലോണം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയാണ് അവന് വാദിക്കുകയും അവനുക്ക് വാദിക്കോടെ എന്തിന് അന റബ്ബുക്കും ദാ നിങ്ങൾക്കെല്ലാം ഉണ്ടാക്കി തന്നവൻ നാണല്ലേ, നിങ്ങളെ റബ്ബ് നാനാണ്, വേറാരും അല്ല. അവൻ്റെ ആ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെല്ലാം കാണുമ്പോൾ ദുനിയാവിൽ വഞ്ചിതരായിട്ടുള്ള മോശത്തിൽ പെട്ടങ്ങനത്തെ ആൾമാരല്ല അവൻ്റെ ബാക്കിൽ കൂട്ടുകാർ. എന്നു മാത്രമല്ല ചില ഇണ്ടത്തെ വാദിക്കടെ മുസ്ലിം ചൊണ്ട ആൾമാരെ എന്തുകൊണ്ട് വാദിക്കടെ കറാമത്ത് മുഅ്ജിസത്തെല്ലാം നിഷേധിക്കട ആൾമാരുള്ളാർ. വലിയ വലിയ അത്ഭുതകരമായ പ്രവർത്തനം എന്തും മനുഷ്യന്മാരെ കൊണ്ട് നടക്കില്ല, അത് അള്ളാഹു മാത്രമാണ് ആക്കടെ. ഔലിയാക്കന്മാർക്ക് കറാമത്തില്ല, ഔലിയാക്കന്മാർക്ക് മരിച്ചെങ്കിൽ എണിപ്പാട്ടോകാവില്ല എന്ന രൂപത്തിലുള്ള വാദിക്കട ആൾമാരും ദജ്ജാളുടെ ബാക്കിൽ കൂടുകു യാറെ ചാൻസ് ഉണ്ട്. കാരണം അള്ളാഹുക്ക് മാത്രമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കണേട്ടാണ് അങ്ങനെ വാദ. ദജ്ജാലൂടെ വന്നിട്ട് എന്താക്കണം, അങ്ങനെ മരിച്ചെങ്കിൽ എണിപ്പാട്ടറ. അതും ഹദീസിൽ വന്നിരല്ലേ, ഒരു മുഅ്മിനായ ഒരു മനുഷ്യരെ ദജ്ജാൽ നേരെ പാതിയാക്കട, എന്നിട്ട് ആ മനുഷ്യരെ രണ്ടാമത് എണിപ്പാട്ടറ, മരിച്ചവിടെ എണിപ്പാട്ടറ. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ മനസ്സിൽ ഈ രൂപത്തിലുള്ള വിശ്വാസമില്ല, ഈ ബെടക്കായ വിശ്വാസമില്ല. എന്തിനാ ഇങ്ങനത്തെ പ്രവർത്തനമല്ല, അള്ളാഹു താല മാത്രാക്കടെ, അള്ളാഹു താല സൃഷ്ടിങ്ങളെ കൊണ്ടാറട്ടും ആക്കുപാട്ടില്ല എന്ന് വിശ്വസിക്കണങ്ങനത്തെ വഹാബി പോലോത്തങ്ങനത്തെ ബിദഅത്ത് ആൾമാർ സ്വാഭാവികമായിട്ട് ദജ്ജാലിൻ്റെ ബാക്കിൽ കൂട്ടുകാർ. കാരണം അങ്ങക്കും റബ്ബായിട്ട് റബ്ബുടെ ഭാഗത്തിൽ നിന്ന് മാത്രമാണ് ആ അത്ഭുതകരമായ പ്രവർത്തന ഗൊന്തുല്യം. അപ്പോൾ ആ ദജ്ജാലിൻ്റെ ആ വാദത്തെ അങ്ങെല്ലാം അംഗീകരിക്കുവാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മുൻവരിഞ്ഞിട്ട് ചൊല്ലു, വലാ തറൗന റബ്ബക്കും ഹത്താ തമൂതു. മനുഷ്യന്മാരെ നിങ്ങളെ മനസ്സിലിക്കട്ടെ, എന്തേ നിങ്ങളെ റബ്ബുടെ നിങ്ങൾ ഒരിക്കലും കാണില്ല, നിങ്ങൾ മരിക്കടോടത്തോലെ നിങ്ങൾ കാണില്ല. അള്ളാഹുടെ നിങ്ങൾ പ്രത്യക്ഷമായിട്ട് നിങ്ങളെ കണ്ണാരെ നിങ്ങൾ കാണങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഭൂമി ലോകത്തിലുണ്ടാവില്ല. വൈന്നഹു അഅ്വറു എന്ന് മാത്രമല്ല, നിങ്ങളെ അള്ളാഹുടെ ಬಗ್ಗೆ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇന്നെങ്കിൽ നിങ്ങൾ ദജ്ജാലിൻ്റെ ബാക്കിൽ നിങ്ങൾ കൊടുക്കാവില്ല. എന്തുകൊണ്ടിട്ട്? കാരണം വൈന്നഹു അഅ്വറു, ദജ്ജാൽ ഒറ്റക്കണ്ണനാണ്, അവൻ്റെ ഒരു കണ്ണുക്ക് മാത്രമാണ് ദൃഷ്ടിയും ശക്തിയല്ലേ. വൈന്ന റബ്ബക്കും ലൈസ ബിഅഅ്വറ, അങ്ങനെ ഒരു ഒറ്റക്കണ്ണന അവിടെ ചൊല്ലൊരു കൊരത്തയുന്നവനല്ല അള്ളാഹുഗു അങ്ങനത്തെ കണ്ണടമേ ആവശ്യമില്ല. പിന്നെ ഒറ്റക്കണ്ണനാവിടെ ഒരു കണ്ണടവന് മാത്രം അവിടെ ചൊല്ലൊരു കൊരത്തെ കുന്തുകൊറത്തെ അള്ളാഹു ഇക്കിടിട്ട് നമുക്ക് സങ്കല്പിക്കുകയില്ല. വൈന്നഹു മക്തൂബുൻ ബൈന ഐനൈഹി കാഫിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദജ്ജാലിൻ്റെ വ്യക്തമായ ഗുരുത്തുങ്ങ അടയാളങ്ങളാണ് വിശദീകരിച്ചതുണ്ട്. വൈന്നഹു അവൻ്റെ ജണ്ട് കണ്ണടൽ കാഫിർ എന്ന് എഴുതപ്പെട്ടതായിട്ടും കാണുകടു. യഖ്റഉഹു കുല്ലു മുഅ്മിനിൻ കാത്തിബിൻ ഔ ഗൈരി കാത്തിബിൻ, അത് ഓതുകു അക്ഷര ഗൊന്തുള്ളവനുകും ഗൊന്തില്ലാത്തവനുകും മുഅ്മിനായിട്ട് ഗൊന്തില്ലാത്ത മുഅ്മിനായ മനുഷ്യകു ഓതുകാടു ഉണ്ടാണ്.
ಈಮಾನ್ ಇನ್ನೆಂಟಾಯಂಗಿ ಅವನಿಗೆ ಅಕ್ಷರ ಗೊಂತಿಕ್ಕಟ್ಟು ಎಜುಕೇಷನ್ ಇಕ್ಕಟ್ಟು ಅವನಿಗೂ ವಿದ್ಯಾಭ್ಯಾಸ ഇക്കട്ടില്ലാണ്ടിക്കട്ട് അറബി അക്ഷരങ്ങൾ ഗൊന്തിക്കട്ട് ഈമാൻ ഉണ്ടാവേണ്ട മനുഷ്യർ മനസ്സിൽ എന്നാൽ ആ എഴുതിയത് ഓതുകാവൂ എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ എഴുതിയത് എന്തേ ആവണ്ടില്ല, ആ നെറ്റിലുള്ള എഴുത്ത് പിന്നെ കാഫിർ എന്ന അറബിൽ ഇങ്ങനെ വ്യക്തമായിട്ട് എഴുതിയതാകാനും സാധ്യത. അല്ലെങ്കിൽ അവൻ്റെ ഈമാനുള്ള മനുഷ്യന്മാർക്ക് അവന് കാഫിറാണ്, അള്ളാഹുടെ പച്ചയായിട്ട് നിഷേധിക്കിടാലാണിട്ട് വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് അർത്ഥാവിടൂ എന്ന രൂപത്തിൽ ചൊന്നതുമായിട്ടിക്കൂ. ഏതായാലും ഈമാൻ എന്ന മനുഷ്യനായിട്ടെങ്കിൽ അവനക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം ഇക്കൊണ്ടില്ല, അവന് ചിലപ്പോൾ ഓത്തു എഴുത്ത് കൊന്തിക്കൊണ്ടില്ല, അവനുക്ക് ദജ്ജാളുടെ അർത്ഥാക്കുക അവടു. ദജ്ജാളുടെ മനസ്സിലാക്കാനുണ്ടെങ്കിൽ എന്തൊരു ബേനുണ്ടാണ് നബി തങ്ങൾ ചൊന്നിട്ടില്ല, ഈമാൻ ബേനുണ്ടാണ്. പിന്നെ ദീർഘമായ ഹദീസാണ് ഈ ദജ്ജാളുടെ ಬಗ್ಗೆ നബി തങ്ങൾ ചെമ്മ ഹദീസ് ചൊന്നിട്ട് ഇപ്പോൾ ഓതിയിട്ടുള്ള ഹദീസ് ദീർഘമായ ഒരു ഹദീസായിട്ട്. വഇന്ന മിൻ ഫിത്നതിഹി അന്ന മഅഹു ജന്നതൻ വനാറ. അവൻ്റെ ഏറ്റവും വലിയ ഫിത്നയിൽപ്പെട്ടതാണ് എന്തിന്, അവൻ്റെ ഒട്ടിക്ക് ഒരു സ്വർഗവും ഇക്കിട് നരകവും ഇക്കിട്. ഫനാറുഹു ജന്നത്തുൻ വ ജന്നത്തുഹു നാർ. അവൻ്റെ നരക്ക അത് സ്വർഗ്ഗമായിട്ടിക്കറ്, അവൻ്റെ സ്വർഗ നരക്കായിട്ടിക്കറ്. അതായത് ദജ്ജാൽ സ്വർഗ സമാനമായ രൂപത്തിൽ നമുക്ക് കാട്ടിത്തണ്ടങ്ങനത്തെ കാര്യ യഥാർത്ഥത്തിൽ നരകയിട്ടിക്കറ്. അതായത് ദജ്ജാൽ ഉണ്ടാക്കണങ്ങനത്തെ സുഖ സൗകര്യങ്ങ, ദുനിയാവുടെ നല്ല സ്വർഗ സമാനമായിട്ടുള്ള അങ്ങനത്തെ വ്യവസ്ഥങ്ങ, ടെക്നോളജിങ്ങ, നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലാറ്റിങ്ങ, അകങ്ങ, ഗാഡിങ്ങ, ദജ്ജാൽ പ്രസൻറ്റ് ആക്കണങ്ങനത്തെ ഗാഡിങ്ങ, വാഹനങ്ങ, നമുക്ക് നല്ല സുഖ തണ്ടങ്ങനത്തെ വാഹനങ്ങ, ഫുഡുങ്ങ, ആഹാരങ്ങ, ഇതെല്ലാം പ്രത്യക്ഷത്തിൽ നമുക്ക് ഭൂമി ലോകത്തിലെ സ്വർഗ കിട്ടിയപ്പോൾ അവിടെ. പക്ഷേ അതിലെ അന്ത്യ, അതിൽ നിന്നുണ്ടാവുടെ ഫല അത് നരക്കായിട്ടിക്കറ്. അതിൽ നിങ്ങൾ പോകണ്ട, ദജ്ജാളുടെ ആ സ്വർഗത്തിൽ നിങ്ങൾ പെട്ടുപോകണ്ട. ദജ്ജാലിയൻ സ്വർഗം നിങ്ങൾക്ക് വേണ്ടാണ്ടാണ് നബി തങ്ങൾ പഠിപ്പാട്ടുണ്ട്. എന്നാൽ ദജ്ജാളുടെ നിഷേധിച്ചിട്ട് നടക്കുന്ന ആൾമാർക്ക്, അല്ലെങ്കിൽ ഈ സുഖങ്ങൾ ദജ്ജാലുണ്ടാക്കുന്ന സുഖങ്ങളെ ബുട്ടു നിൽക്കുന്ന ആൾമാർക്ക് ചിലപ്പോൾ അത് ഭൂമി ലോകത്തിൽ അങ്ങ് നരക്ക ജീവനായിട്ടിക്കും അങ്ങ് ഉണ്ടാവിടെ. പക്ഷെ നിങ്ങൾ ഇതിൽ നിന്ന് ബുട്ടു നിൽക്കടെ ചൊല്ലതേ നരക്ക ഒരു ജീവനാണ് അല്ലേ. ഒരു എല്ലാ ആൾമാർ ചുറ്റുമുത്തുള്ള ആൾമാർക്കെല്ലാം വലിയ വലിയ നല്ല അകം കഴിക്കുമ്പോൾ ഒരു ചെറിയ കുടിച്ചിലിക്കടെ ചൊല്ലത് ഒരു അതിനിടയിൽ ഒരാൾക്ക് ഒരു ചെറിയൊരു കുടിച്ചിൽ, ചെറിയൊരു അക മാത്രം ഇക്കടെ ചൊല്ലത് അതൊരു അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു നരക്കല്ലേ. മാനസികമായിട്ട് അയാൾക്ക് ഭയങ്കരമായ ഒരു ദുഃഖ ഇക്കട്, ബേജാറിക്കട്, ഞാൻ ഈ ഒരു അവസ്ഥയിലുള്ളല്ലേ ഉണ്ട്. എല്ലാവർക്കും നല്ല നല്ല കാറും പിന്നെ വാഹനം കഴിക്കുമ്പോൾ ഒരാൾക്ക് എന്തും ഇല്ല, അയാൾക്ക് ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ എന്തും ഇല്ലാത്ത ഒരാൾ, അയാളുടെ അവസ്ഥ നോക്കുമ്പോൾ അതൊരു നരക്കാവസ്ഥയാണ്. പക്ഷേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലേ ആ നരക്ക അനുഭവ, അയാൾക്കുള്ള ആ നരക്ക അനുഭവ യഥാർത്ഥത്തിൽ അത് സ്വർഗ്ഗയിട്ടിക്കറ്, അതിലെ അന്ത്യഫല സ്വർഗ്ഗയിട്ടിക്കറ്. ഫമനുബ്തുലിയ ബിനാരിഹി ഫല്യസ്തഗ്ഫിർ ബില്ലാഹ്. അങ്ങനെ ദജ്ജാളുടെ നരക്ക കൊണ്ടിട്ട് ആർക്കെങ്കിലും പരീക്ഷണം ഉണ്ടായെങ്കിൽ ദജ്ജാളുടെ അവനുണ്ടാക്കുന്ന നരക്ക സമാനമായിട്ടുള്ള ഒരു അവസ്ഥ, ആ അവസ്ഥ കൊണ്ടിട്ട് ആ അവസ്ഥയിൽ ഒരാൾ പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുടട്ട സഹായിക്കേക്കട്ട്, അവൻ്റെ ഈമാൻ സലാമത്താക്കുകയും അവനുക്ക് ഈ അവസ്ഥയിൽ സൊബർ കിട്ടുകയും അള്ളാഹുടട്ട സഹായിക്കേക്കട്ട്. വല്യഖ്റ ഫവാത്തിഹൽ കഹ്ഫി. കഹ്ഫ് സൂറത്തിൻ്റെ തുടക്ക ഭാഗത്തെ ആ ആയത്തിങ്ങ അവനു നിരന്തരമായിട്ട് ഓതട്ട് അവനുക്ക് ആ ഓതുമ്പോൾ അവൻ്റെ മനസ്സിൽ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കട്. ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നാണ് ബച്ചാവണം ചൊല്ലിൻ്റെ ബോധം അവനുക്ക് വർദ്ധിക്കട്. അതെങ്ങനെയാണ് ആ ആയത്തുങ്ങളിൽ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷണമുള്ളേ എന്ന് ഞങ്ങൾ ആ സൂറത്തുൽ കഹ്ഫിയുടെ തുടക്ക ഭാഗത്തിൽ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് സൂറത്തുൽ കഹ്ഫിയുടെ തുടക്ക ഭാഗത്തിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അതിൽ പ്രതിപാദനാക്കടെ. നബി തങ്ങൾക്ക് അല്ലാഹു തആല ഖുർആൻ്റെ കൊടുത്തല്ലേ, അത് വലിയൊരു നിഅമത്തായിട്ട് ഇക്കിറിട്ടാണ് ഫസ്റ്റിಗೆ ചൊല്ലി അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊല്ലുമ്പോഴേ ദജ്ജാലിക്ക് പിടിക്കില്ലല്ലോ. കാരണം ദജ്ജാലിൻ്റെ ഏറ്റവും വലിയ ശത്രു നബിത്തങ്ങളാണ്, അല്ലെങ്കിൽ നബിത്തങ്ങൾ ഏറ്റവും വലിയ ശത്രു ദജ്ജാലായിട്ടിക്കറ. ദജ്ജാലും നബിത്തങ്ങളുടെ ഇടയിലുള്ള ഫൈറ്റാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലും നബിത്തങ്ങ വന്നൽ പിന്നെ കാലഘട്ടത്തിലും ലോകത്തിലെ നടന്നുകൊണ്ടില്ലേ. അപ്പോൾ നബിത്തങ്ങളിലേക്ക് നബിത്തങ്ങ ചൊല്ലങ്ങനത്തെ കഹ്ഫ് ഞങ്ങൾ ചൊന്ന കഹ്ഫ് ചൊന്നെങ്കിൽ അൽ കഹ്ഫ് ചൊന്നെ ഗുഹ,
ആ നബിത്തങ്ങൾ ചൊല്ലങ്ങനത്തെ ഒരു ഗുഹയിൽ ഉറത്ത് പോയിട്ട് ഒഞ്ചി തെച്ചാണ്ടായെങ്കിൽ അതിൽ ആശ്രയ തേടിയണ്ടായെങ്കിൽ ദജ്ജാലിൻ്റെ ഫിത്തനയുടെ കാലഘട്ടത്തിൽ നബിത്തങ്ങളാകുന്ന ഗുഹയിൽ ഉറത്ത് പോയിട്ട് തെച്ചേണ്ടായെങ്കിൽ അതിൽ രക്ഷണ തേടിയണ്ടായെങ്കിൽ അവನು സുരക്ഷിതനായാണ്ടാണ്. അപ്പോൾ അവനുകു ആ സൂറത്തുൽ കഹ്ഫിയുടെ തുടക്ക ഭാഗത്തിൽ ഓതുമ്പോൾ അവನು ആ നബിത്തങ്ങളിലേക്കാണ് അവನು കൂടുന്നത്. പിന്നെ അതിൽ പ്രധാനമായിട്ട് പണ്ട് ദുനിയാവുടെ വിഷയമാണ്. അള്ളാഹു താല ദുനിയാവുടെ ಬಗ್ಗೆ ചൊന്നതാണ്. എന്തരെ ഈ ദുനിയാവുടെ കാര്യങ്ങളെല്ലാം ನಾನು ചന്താക്കിരെ എന്തിക്ക് ಬೇನಾയിട്ടാണ് നിങ്ങ ഇതിൽ നിന്നിട്ട് എത്രത്തോളം നിങ്ങൾക്ക് വിട്ടു നിൽക്കുകയുള്ളൂ എന്ന് പരീക്ഷിക്കുക ಬೇನಾയിട്ടാണ്. ദുനിയാവുടെ എത്രത്തോളം നിങ്ങൾക്ക് യൂസ് ആക്കുകയുള്ളൂ പരീക്ഷിക്കുകയല്ല, എത്രത്തോളം നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നിന്ന് വിട്ടു നിൽക്കുകയുള്ളൂ എന്ന് പരീക്ഷിക്കുക ಬೇನಾയിട്ടാണ് ദുനിയാവുടെ ചന്തത്തിനാണ് ക്രിയേറ്റ് ആക്കിയിട്ട് അള്ളാഹു താല ആ തുടക്ക ഭാഗത്തുള്ള ആയത്തിൽ ചൊന്നിട്ടുള്ള വഇന്നാ ലജാഇലൂന മാ അലൈഹാ സ്വഈദൻ ജുറുസാ. ഒരു ടൈമിൽ നിങ്ങളെ പരീക്ഷണ തീരുമ്പോൾ ഈ ദുനിയാവ് ഉള്ളതെല്ലാം ഞാൻ എന്താക്കടെ അലക്ക മണ്ണാക്കി ಬಿಡ್ರೆ ഇതെല്ലാം നശിക്കಡೆ. ഇത് ചന്ത കണ്ടതേ അലക്ക നാശായി പോണ്ടു, ಅದರ ചന്തല്ല പോണ്ടു. അപ്പോൾ അതൊരു വലിയ ആ ആയത്ത് പിന്നെ ദജ്ജാലിൻ്റെ യുഗത്തിൽ അല്ലെങ്കിൽ ദജ്ജാലിൻ്റെ ഫിത്നയുടെ കാലത്തിൽ ആ ആയത്ത് നമുക്ക് വലിയ ബോധമുണ്ട്. ദുനിയാവുടെ അല്ലെ ദജ്ജാലിൻ്റെ ഫിത്നയുടെ വലിയ ഫിത്ന ചൊല്ലത് ദുനിയാവാണ്. ദുനിയാവുടെ ഹൈലൈറ്റ് ആക്കിയിട്ടും ദുനിയാവുടെ വലിയ സുഖ സൗകര്യങ്ങളെ തന്നിട്ടാണ് ദജ്ജാൽ ഞങ്ങളെ അവൻ്റെ ബലലിഡ്ര്. അപ്പോൾ ഈ ആയത്തിലെ ബോധവൃത്തകിന്നുണ്ടെങ്കിൽ ಖಂಡಿತമായിട്ടും അവനക്ക് ദജ്ജാലിൽ നിന്നിട്ട് ബച്ചാവുകയുള്ളൂ. അതുകൊണ്ടാണ് നബി തങ്ങൾ ചൊന്നത് വൽയഖ്റ ഫവാത്തിഹൽ കഹ്ഫി. കഹ്ഫ് സൂറത്തിലെ തുടക്ക ഭാഗത്തുള്ള ആയത്തുങ്ങ ഓതട്ടവണു. അത് കാലി കാണാട്ട് പഠിച്ചിട്ട് ഇങ്ങനെ ഓതിയെങ്കിൽ ദജ്ജാലിൽ നിന്നിട്ട് രക്ഷപ്പെട്ടിട്ട് മാത്രമല്ല, അതിലെ ബോധ വേണു. ആ ആയത്തുകളിലുള്ള വിഷയത്തെ ಬಗ್ಗೆ വ്യക്തമായ സ്പഷ്ടമായ എന്തൊരു വേണു, ബോധ വേണു. ഫതകൂന ബർദം വസലാമ. അങ്ങനെ ആ കഹ്ഫ് സൂറത്തിലെ തുടക്ക ഭാഗത്തുള്ള ആയത്തുങ്ങ ഓതിയുണ്ടായെങ്കിൽ അത് അവനുകു നല്ല ಸಂಪಾವುಡು, ಅವನಿಗೂ ರಕ್ಷಣೆಯಾವುಡು. ಕಮಾಕಾನ ತಿನ್ನಾರು ಅಲ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുಗೂ തീ നരകത്തെ തീ എങ്ങനെ നല്ല കൂലായിട്ട് സംപ്പായിട്ട് പരിവർത്തനയിത്ത എന്ന രൂപത്തിൽ ദജ്ജാലിൻ്റെ നരക ಅವನಿಗೂ നല്ല ಕೂಲಾವುಡು, നല്ല ಸಂಪಾವುಡು ಅವನಿಗೂ പിന്നെ ಅದರ ಬೆಚ್ಚಲ್ಲ ಅವನಿಗೂ ತಟ್ಟರೆ ಅವನಿಗೆ ಅದರ ഒരു പിന്നെ ചൂടും അതിന് ആ ദജ്ജാലിൻ്റെ നരക്കത്തെ പിന്നെ ഒരു ഉപദ്രവം അതിന് കഷ്ടമല്ല അവനക്ക് പിന്നെ അനുഭവിക്കുക അവിടെ. നല്ല സംപ്പായിട്ടാണ് കൂലായിട്ടാണ് അവനക്ക് അനുഭവിക്കുക അവിടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടുണ്ട്. വഇന്ന മിൻ ഫിത്നതിഹി അൻ യഅ്മുറ അസ്സമാഅ അൻ തുംതിറ. ദജ്ജാലിൻ്റെ ഫിത്ന വേറൊരു ഫിത്നയാണെന്തരെ ആകാശത്തൊട്ടിಗೆ ಅವನು ഓർഡർ ആക്കട മല പറകുബേനായിട്ട്. അപ്പം മല പണ്ട് സുബ്ഹാനല്ലാഹ് സാധാരണ ഞങ്ങൾ ഔലിയാക്കന്മാർക്ക് ചൊല്ലങ്ങനത്തെ കറാമത്തുങ്ങളെ കാണാൻ വലിയ അത്ഭുതകരമായ പ്രവർത്തനമാണ് നബി തങ്ങൾ ചെന്നിട്ടില്ല. ആകാശത്തിൻ്റെ മല പാഞ്ചെന്ന് മല പണ്ട് അങ്ങനെ ഔലിയാക്കന്മാർ ഇന്നാറ് മല തേടുമ്പോൾ മല വെറുപ്പാട്ടി ഇന്ന് ഔലിയാക്കന്മാർ ഇന്ന പോലെമേ ദജ്ജാൽ മാറുപ്പത്തുള്ള പ്രവർത്തനാക്കട. അപ്പം അത്ഭുത പ്രവർത്തനം ഔലിയാക്കന്മാരെ കൊണ്ടൊന്നും അത്ഭുത പ്രവർത്തനം നടക്കില്ല. മനുഷ്യന്മാർ സാധാരണ മനുഷ്യന്മാരാണെങ്കല്ല, മനുഷ്യന്മാരെ കൊണ്ട് ഇങ്ങനത്തെ അത്ഭുത പ്രവർത്തനം നടക്കില്ല. അള്ളാഹു മാത്രമാണ് ആക്കടേട്ട് വിശ്വസിക്കുന്ന ആൾമാരല്ല. ദജ്ജാലെ കാണുമ്പോൾ ഓണെ റബ്ബു ഓണെ അള്ളാഹു ചെന്നിട്ട് അവൻ്റെ ബാക്കിൽ കൂട്ടുകാർ. തുമ്പിത്ത ഫതുമ്പിത്ത. ഭൂമിരൊട്ടിಗೆ ಅವನು നല്ല കൃഷിയാവണു, ഇവിടെ നല്ല പിന്നെ സസ്യങ്ങൾ മുളക്കണുണ്ട് ചൊല്ലുമ്പോൾ ഭൂമി നല്ല കൃഷി സമൃദ്ധമാവടു. വഇന്ന മിൻ ഫിത്നതിഹി അൻ യമുറ ബിൽ ഹയ്യ്. അവൻ്റെ പിന്നെ ഒരു ഫിത്നയാണ് അവന് ഒരു ഗോത്രത്തെ ആൽമാറ മുട്ട പോയിട്ടിക്കിട ഒരു റായത്തിൽ ഇങ്ങനെ കടന്നു പോണ്ട, ലോകത്തെ എല്ലാ ഭാഗത്തിലും പോണ്ടാണ്ടാണ്. അപ്പോൾ ഫയുക്കദ്ദിബൂനഹു ആ റായത്തെ ആൽമാർ അവൻ്റെ നിഷേധിക്കിടാറ്. ഫലാ യബ്ഖാ ലഹും സായിമത്തുൻ ഇല്ലാ ഹലക്കത്ത്. അപ്പം അങ്ങുല്ലങ്ങനത്തെ എല്ലാം മൃഗങ്ങൾ നശിച്ചു പോണ്ടുണ്ടാണ്. അങ്ങനെ സ്വത്ത് സമ്പത്തല്ല നാശമായി പോണ്ട്. അവൻ്റെ നിഷേധിച്ച ആൽമാരെ സ്വത്ത് സമ്പത്തല്ല നാശാക്കട. അതാണ് വലിയ നരക്കമുണ്ട്. നരക്ക സമാനമായ ഒരു അവസ്ഥ ഉണ്ടാക്കട ഉണ്ട് നിഷേധിക്കട ആൽമാർക്ക്. വഇന്ന മിൻ ഫിത്നതിഹി അൻ യമുറ ബിൽ ഹയ്യ് ഫയുസദ്ദിഖൂനഹു. പിന്നൊരു റായത്തെ ആൽമാരെ മുട്ട അവന് കടന്നു പോകുമ്പോൾ അവൻ ആ റായത്തെ ആൽമാരെല്ലാം ഉണ്ട് അംഗീകരിക്കിടാറ്, അവൻ്റെ ഫോളോ ആക്കിടാറ്. അപ്പം അവിടെ നല്ല മല പറപ്പാട്ടവണു. ആകാശത്തൊട്ടിಗೆ മല ഓർഡർ ആക്കിയിട്ട് മല പറപ്പാട്ട അവിടെ നല്ല കൃഷി ഉണ്ടാക്കിട. ഹത്ത തറൂഹ
മവാഷീഹിം മിൻ യൗമിഹിം ദാലിക അസ്മന മാ കാനത് വഅഅളമഹു വഅമദ്ദഹു. അങ്ങനെ മൃഗങ്ങ അങ്ങ് നല്ല തടിച്ചു കൊഴുത്തതാവടു, ഇത്രത്തോളം ആവാത്ത രൂപത്തിലുള്ള നല്ല ഗട്ടിമുട്ടുള്ളതാവടു ദജ്ജാലിനെ അംഗീകരിക്കുമ്പോൾ. അതാണ് നമുക്ക് വേണമായ സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി തരുമ്പോൾ അല്ലേ, സുഖത്തിലായിട്ടേ ജീവിച്ചു പോകണ്ടങ്ങ ഒരു നാൾ വന്നിട്ട് ഒരാൾ ഈ സുഖങ്ങൾ ഞങ്ങൾ പടകുത്തീരാണ്ട് ഇതെല്ലാം ഞങ്ങളെ നശിപ്പിക്കേണ്ടതാണെന്ന് ചൊല്ലുമ്പോൾ ഒരിക്കലും അത് അംഗീകരിക്കുക മനസ്സ് പണ്ടില്ല. ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്താവില്ലേ നമ്മൾ അംഗീകരിക്കും. ഞങ്ങൾ ആയത്തിൽ അതൊക്കെ അഡ്ജസ്റ്റ് ആയിട്ടാണ് പോകുന്നത് ഞങ്ങൾ നോക്കൂടെ. അപ്പോൾ ദജ്ജാൽ ഇപ്പം ഞങ്ങൾ നല്ല സുഖ സൗകര്യത്തിൽ പോകുമ്പോൾ അതേ സുഖ സൗകര്യത്തെ ദജ്ജാൽ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി തരുമ്പോൾ ഈമാൻ മാത്ത് ഇല്ലാണ്ടായെങ്കിൽ, ഈ ബോധങ്ങൾ നമുക്ക് ഇല്ലാണ്ടായി പോയെങ്കിൽ ദജ്ജാലിൻ്റെ ബാക്കിൽ കൂട്ടങ്ങനത്തെ അവസ്ഥ കൊണ്ട് അല്ലാഹു തആല കാത്ത് സലാമത്താക്കുമാറാകട്ടെ. വഇന്നഹു ലാ യബ്ഖാ ശൈഉൻ മിനൽ അർളി ഇല്ലാ വതിഅഹു. ഭൂമിയുടെ ഒരു ഭാഗവും ദജ്ജാൽ ചവിട്ടാണ്ട് ഭൂമിയുടെ ഒരു പ്രദേശവും കടന്നു പോകണില്ലാണ്ടാണ്. അതൊക്കെ അല്ലാഹു തആല അവനക്ക് ഭൂമിയുടെ എല്ലാ ഭാഗത്തിൽ ഭാരി സ്പീഡിലെത്തുമ്പോൾ അങ്ങനത്തെ ടെക്നോളജിയും ശക്തിയും അല്ലാഹു തആല കൊടുത്തിട്ടിക്കട. അതും നബി തങ്ങ ഒരു ഹദീസിൽ പഠിപ്പാട്ടിട്ട് ഭാരി അവൻ്റെ സ്പീഡ് വല്ലാത്ത സ്പീഡായിട്ട് ഇക്കറുണ്ട്. വലഹറ അലൈഹി, എല്ലാ പ്രദേശവും അവൻ കീഴടക്കിട. ഇല്ല മക്കത്ത വൽ മദീന, മക്കയും മദീനയും അല്ലാത്ത എല്ലാ ജാഗങ്ങ കീഴടക്കിട. അപ്പോൾ അറബി കൺട്രീസിങ് ഇപ്പം കണ്ട അറബി കൺട്രീസിങ് ഗൾഫ് കൺട്രീസിങ് എല്ലാം ദജ്ജാലിയൻ ഭരണത്തെ അണ്ടറിലായിട്ട് പണ്ട്. ലാ യഅതീഹിമാ മിൻ നഖ്ബിൻ മിൻ അൻഖാബിഹാ ഇല്ലാ ലഖിയതുഹുൽ മലായികതു ബിസ്സുയൂഫി സ്വൽതതൻ. മക്ക മദീനത്തിൽ അത് അള്ളാഹുടെ ഭൂമിയാണ്. അള്ളാഹുടെയും റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭൂമിയായത് കൊണ്ടിട്ടു മക്ക മദീനത്തിൽ അവനക്ക് കടക്കുകയില്ല. അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കടക്കുക നോക്കുമ്പോൾ മലക്കുങ്ങ ഖഡ്ഗവുമായിട്ട് അവൻ്റെ നേരിടാറുണ്ടാണ്. അങ്ങനെ ഹത്താ യൻസില ഇൻദൽ ലരീബിൽ അഹ്മരി ഇൻദ മുൻഖതഇ സബ്ഖ. മദീനത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് അവന് പ്രയത്നാക്കിയിട്ട് മദീനത്തെ മുട്ടുള്ളങ്ങനത്തെ ഒരു ജാഗത്തേക്ക് എത്തുമ്പോൾ ഫതർജുഫുൽ മദീനത്തു ബി അഹ്ലിഹാ സലാസ റജഫാത്തിൻ. മദീനത്തിലൊരു 3 ഭൂകമ്പങ്ങ ഉണ്ടാവുന്നുണ്ടാണ്. ഫലാ യബ്ഖാ ഫിഹാ മുനാഫിഖുൻ വലാ മുനാഫിഖത്തുൻ ഇല്ലാ ഖറജ ഇലൈഹി. അപ്പം മദീനത്തിൽ അങ്ങനെ ഭൂകമ്പാവുമ്പോൾ മദീനത്തിലുള്ള അങ്ങനത്തെ എല്ലാ മുനാഫിഖത്തുങ്ങളെല്ലാം നിഫാഖുല്ലേ ആണ് പെണ്ണെല്ലാം ദജ്ജാലിലേക്ക് പോണ്ടാറ്, ദജ്ജാലിലേക്ക് രക്ഷണ തേടാറുണ്ടാണ്. അപ്പം ഫതംഫിൽ ഖബീസ മിൻഹാ കമാ യംഫിൽ കീറു ഖബസൽ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. പിന്നെ ഇത് മദീന എന്താക്കട് സാധാരണ ഇരുമ്പിൽ പിടിച്ചങ്ങനത്തെ തുക്കുടെ എടുക്കുകയായിട്ട് അതൊക്കെ തീ കാട്ടിയിട്ട് അത് ക്ലീൻ ആക്കടല്ല എന്ന രൂപത്തിൽ മദീനത്തെ ഈ ഭൂകമ്പം ഉണ്ടായിട്ട് മദീനത്തിലുള്ള അങ്ങനത്തെ ഈമാനില്ലാത്ത മനുഷ്യന്മാരെല്ലാം പറത്തിട്ടിട്ട് മദീന ക്ലിയർ ആവടു. വയുദഅ ദാലിക്കൽ യൗമു യൗമൽ ഖലാസ്. രക്ഷണയുടെ നാല് എന്ന നാല് അറിയപ്പെടറ്. അപ്പോൾ മക്ക മദീനത്തിലല്ല ബാക്കിയാവിടെ ഈമാൻ എന്ന മനുഷ്യന്മാർ മാത്രം ബാക്കിയാവിടാറ്. മുനാഫിഖത്തുങ്ങെല്ലാം പറത്തു പോണ്ടാറുണ്ട്. വഇന്ന ഖബല ഖുറൂജി ദജ്ജാലി 3 സനവാത്തിൻ ഷിദാദിൻ. ദജ്ജാൽ പ്രത്യക്ഷമായിട്ട് പണ്ട് മുതലു 3 വർഷങ്ങൾ അതികഠിനമായ 3 വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. യുസീബുൻ നാസ ഫിഹാ ജൂഉൻ ഷദീദ്. മനുഷ്യന്മാർക്ക് ശക്തമായ ദാഹമാണ് ആ കാലത്തിൽ അനുഭവിക്കുക. അവിടെ യഅ്മുറുല്ലാഹു സമാഅ സനത്തൽ ഊല അൻ തഹ്ബിസ സുലുസ മതരിഹ. ഫസ്റ്റ് വർഷത്തിൽ അല്ലാഹു തആല ആകാശത്തൊട്ടിಗೆ അതിരെ മലയുടെ 1/3 അല്ലാഹു തആല തടഞ്ഞു വയ്ക്കുക ചൊല്ല. ആ വർഷത്തിൽ ഉണ്ടാവുടെ മലയുടെ 1/3 വേണ്ട. വയഅ്മുറുൽ അർള അൻ തഹ്ബിസ സുലുസ നബാതിഹ. ഭൂമിയിലൊട്ടിಗೆ അല്ലാഹു തആല ഓർഡർ ആക്കട അതിരെ കൃഷിയുടെ 1/3 തടഞ്ഞു വയ്ക്കുകയായിട്ട്. രണ്ടാമത്തെ വർഷ അല്ലാഹു തആല 2 ഭാഗങ്ങൾ തടഞ്ഞു വയ്ക്കുകയായിട്ട് ഓർഡർ ആക്കട മലയുടെയും കൃഷിയുടെയും. 3-ാമത്തെ വർഷ പൂർണ്ണമായിട്ട് മലയുടെ തടഞ്ഞു വയ്ക്കുക അല്ലാഹു തആല ഓർഡർ ആക്കട. ഒരു തുള്ളി പോലും ആ വർഷ മല പണ്ടില്ലാണ്ടാണ്. ഭൂമിയിലൊട്ടിಗೆയും അതിരെ കൃഷിയെല്ലാം കംപ്ലീറ്റ് നിപ്പാട്ടുകുബേനായിട്ട് അല്ലാഹു തആല ഓർഡർ ആക്കട. ഒരു പച്ചപ്പും ഭൂമിയിൽ പിടിക്കില്ല. ഒരു മൃഗങ്ങളൊന്നും ബാക്കിയാവില്ല. എല്ലാ മൃഗങ്ങളെല്ലാം നശിച്ചു പോണ്ടു. അപ്പോൾ മനുഷ്യന്മാർക്ക് കഠിനമായ ഒരു സന്ദർഭമാണ് ആ സന്ദർഭത്തിലുണ്ടാവിടെ.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശ്നം കേട്ടാറ് ഫമാ യുഈഷുന്നാസു ഫീ ദാലിക യഈഷുന്നാസു ഫീ ദാലിക സമാൻ, നബിയെ ആ കാലഘട്ടത്തിൽ മനുഷ്യന്മാർ എങ്ങനെ ജീവിക്കുവാർ നബിയെ? ഖാല, നബി തങ്ങൾ ചൊന്തു, ഈമാനിന്ന മനുഷ്യന്മാർ ജീവിക്കുവാർ എങ്ങനെ? അത്തഹ്ലീലു വത്തക്ബീറു വത്തഹ്മീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ടു, അല്ലാഹു അക്ബർ ചൊല്ല ദിക്ർ ചൊന്നിട്ടു, അൽഹംദുലില്ലാ ചൊല്ല ദിക്ർ ചൊന്നിട്ട് ജീവിക്കുവാർ. തഹ്ലീലും തക്ബീറും തഹ്മീദും ഈ ദിക്റുകളാണ് അങ്ങനെ അണ്ടത്തെ റിസ്ഖുങ്ങ. വയുജ്സിഉ ദാലിക അലൈഹിം മജ്സഅത ത്വആം, ഭക്ഷണത്തെ ജാഗത്തിലുണ്ട് ഈ ദിക്റുങ്ങമയ്യാവുടു, അങ്ങനെയും ജീവിക്കുക ഉണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട്. അല്ലാഹുൽ വിശ്വാസം എന്തെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണങ്ങനത്തെ ഈ കഞ്ഞിയും ചോറും അതുപോലെ ഞങ്ങൾക്കുള്ള ഫുഡുങ്ങമേ ബേനുണ്ടില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്ന് ജീവിക്കുക ഉടു, അൽഹംദുലില്ലാ ചൊന്ന് ജീവിക്കുക, അല്ലാഹു അക്ബർ ചൊന്ന് ജീവിക്കുക ഉടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്. അങ്ങനെ ഇങ്ങനെ പല ഹദീസിൽ ദജ്ജാളുടെ വിഷയങ്ങ പല രൂപത്തിലായിട്ട് നബി തങ്ങ ഞങ്ങൾക്ക് ചൊന്തന്നര്. അപ്പോൾ ദജ്ജാളുടെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുകയായിട്ട് ഉല്ലങ്ങനത്തെ ഒരു സൂറത്തായിട്ടിക്കറ് സൂറത്തുൽ കഹ്ഫ് എന്നങ്ങ് ചൊന്നല്ലേ, അതൊരു പ്രധാനപ്പെട്ട ദജ്ജാലിൽ നിന്ന് രക്ഷണപ്പെടുന്ന ഏറ്റവും വലിയ കഹ്ഫ്, ഏറ്റവും വലിയ രക്ഷണ കേന്ദ്ര അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടിട്ടാണ് ഫസ്റ്റിಗೆ നബി തങ്ങളെ ಬಗ್ಗೆ അല്ലാഹു തആല പ്രതിപാദനാക്കി. ആ നബി തങ്ങൾക്കു അല്ലാഹു തആല ഇൽമുടെ ഖുർആൻ്റെ അല്ലാഹു തആല കൊടുത്ത ആ നബി തങ്ങ പഠിപ്പാട്ട് ഇങ്ങനത്തെ ഇൽമു ഖുർആൻ ചൊല്ലുമ്പോൾ വെറും ഖുർആൻ ഉണ്ടല്ല, ഖുർആൻ വ്യാഖ്യാനാക്കിയിട്ടുള്ളങ്ങനത്തെ ഖുർആൻ മനസ്സിലാക്കുക, അതുക്കുള്ളങ്ങനത്തെ വ്യാഖ്യാനായിട്ടുള്ളങ്ങനത്തെ ഹദീസും പിന്നെ പിൻകാലത്തിൽ ഇമാമുമാർ പഠിപ്പാട്ട് ഇതെല്ലാം കൂടിയതാണ്. അപ്പോൾ ഈ ഇൽമു ആയിട്ടിക്കറ് ഞങ്ങൾക്കുള്ളങ്ങനത്തെ രക്ഷണ മാർഗ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അല്ലെങ്കിൽ നബി തങ്ങളെ ആൽമാറിലൂടെ അത് പഠിച്ചെടുക്കൂടെ. അത് പഠിച്ചെടുത്തേണ്ടെങ്കിൽ ദജ്ജാളുടെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുക ഉള്ളൂ. പിന്നെ അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ ഓരോ കഹ്ഫുകളാണ് പിന്നെ അല്ലാഹു തആല വിശദീകരിക്കടെ. ഓരോ കഹ്ഫുങ്ങ, ഓരോ ഗുഹങ്ങ, ഓരോ രക്ഷണാ കേന്ദ്രങ്ങ അല്ലേ. സാധാരണ ആയിട്ടുള്ള ആൽമാർക്ക് ഏത് രൂപത്തിൽ ദജ്ജാളുടെ ഫിത്നയുടെ കാലഘട്ടത്തിൽ രക്ഷപ്പെടാം എന്നതുകുള്ള ഒരു മോഡലായിട്ടാണ് അസ്ഹാബുൽ കഹ്ഫിയുടെ സ്റ്റോറി അല്ലാഹു തആല ചൊന്നരെ. അസ്ഹാബുൽ കഹ്ഫിയുടെ സ്റ്റോറി അല്ലേ, അസ്ഹാബുൽ കഹ്ഫിയുടെ സ്റ്റോറിയിൽ ഒരു സാധാരണ ആൽമാർ എങ്ങനെ രക്ഷപ്പെടാ. അസ്ഹാബുൽ കഹ്ഫിടെ എന്താക്കിയാർ അങ്ങനെ റായത്തിൽ അള്ളാഹു അല്ലാത്ത ഇലാഹുങ്ങളെ പൂജ അതിന് ആരാധനയാറായപ്പ, അതുപോലെ അള്ളാഹുവിൽ നിന്ന് ദൂറാവുടെ അങ്ങനത്തെ കാര്യങ്ങളില ആ റായത്തങ്ങല്ല പിന്നെ ആക്കടതിയാറായപ്പ അള്ളാഹുടെ മറന്നപ്പ അങ്ങ് ഉസ്ലത്ത് ചൊല്ലെ ഒരു തെരുവാണ് അങ്ങ് സ്വീകരിച്ച്. ഇതെല്ലാം ത്യജിക്കടെ സമൂഹത്തെ ഈ ഒരു കാര്യത്തെ ത്യജിക്കടെ രൂപത്തിലുള്ള ഒരു നിലപാടാണ് അങ്ങ് സ്വീകരിച്ച്. അതൊക്കെ ഒരു സംഘം ഒരു കൂട്ടം ഉണ്ടാക്കിയാറങ്ങ്. അത് വെറും ഓരോരുത്തരായിട്ട് അങ്ങ് പോയില്ല, ഒരു കൂട്ട ആൽമാരായിട്ട് ഒരു 7 എന്ന ഒരു നല്ല ബർക്കത്തുള്ള സംഖ്യയിലുള്ള ആൽമാരായിട്ട് അങ്ങ് ഒരു കൂട്ടം ആയിട്ട് അങ്ങ് ഈ ആൽമാരിൽ നിന്ന് വിട്ടുനിന്റാറ് അങ്ങ് ഒരു രക്ഷണ തേടിയിട്ട് അങ്ങ് പോയാറ്. അല്ലാഹു തആല അങ്ങ് വലിയ രക്ഷണ കൊടുത്ത ഈ ഫിത്നയിൽ നിന്ന് 300 വർഷം സുദീർഘകാലം അങ്ങനെ കിടപ്പാട്ടിട്ട് അങ്ങ് ഈ അല്ലാഹു തആലക്ക് വേണ്ടിയിട്ട് പോയതിന് കാരണത്തിലായിട്ട് ഈ ലോകത്തേക്ക് പാഠം എന്ന നിലക്ക് ഇങ്ങനെ വലിയൊരു അത്ഭുതകരമായിട്ട് അല്ലാഹു തആല കാട്ടി കൊടുത്ത. അപ്പോൾ ദജ്ജാലിയൻ ഫിത്നയുടെ കാലഘട്ടത്തിൽ അവൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷണപ്പെടുകയില്ലേ ഒരു വേ ആയിട്ടിക്കർ ഒരു മാർഗം ഇട്ടിക്കർ എന്തൊരു ഉസ്ലത്ത്. അത് കാടുക പോയിട്ട് ഉസ്ലത്ത് ആവണ്ടില്ല, കാരണം എൻ്റെ ആ രൂപത്തിലുള്ള ഉസ്ലത്ത് നടക്കാത്ത കാലമാണ്. എൻ്റെ ഇപ്പോൾ എന്ത് സംശയം ഉണ്ടുണ്ടാ? ഹലോ, അപ്പോൾ ആ രൂപത്തിലുള്ള ഉസ്ലത്ത് കാടുക പോയിട്ടുള്ള അങ്ങനത്തെ ഉസ്ലത്ത് നടക്കുക സാധ്യതയില്ലാത്ത അങ്ങനത്തെ കാലഘട്ടമാണ്. പക്ഷേ അത് നടക്കില്ലെങ്കിലും ഞങ്ങൾ തെച്ചോടെങ്കിമേ ഉസ്ലത്ത് നടക്കട്ടെ, അത് ത്യാഗാക്കടെ ചൊല്ലെ വിഷയങ്ങൾ നടക്കട്ടെ ഏത് രൂപത്തിൽ. പിന്നെ ഞങ്ങളെ ഈമാൻ തപ്പാട്ടെ, ഞങ്ങളെ ദീൻ്റെ ബെടക്കാക്കടെ കാര്യങ്ങളെല്ലാം ത്യജിക്കടെ ത്യാഗാക്കടെ, അതിൽ നിന്നിട്ട് ദൂരെ നിൽക്കടെ, അതുക്ക് വേണമായിട്ടുള്ള സംഘങ്ങൾ കൂട്ടങ്ങൾ ഉണ്ടാക്കടെ എന്ന ഒരു രൂപത്തിലുള്ള ഒരു മോഡൽ സ്വീകരിക്കാമെന്ന ഒരു പാഠമായിട്ടിരിക്കുന്ന അസ്ഹാബുൽ കഹ്ഫിയുടെ സ്റ്റോറിയിൽ നിന്നിട്ട് മനസ്സിലാവും. ഇനി പിന്നെ അതിൽ പിന്നെ ഓരോ സ്റ്റോറിയിൽ നിന്നിട്ട് ഓരോ പാഠങ്ങളാണ് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചൊല്ലുക. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.